ഹായ് ഫ്രണ്ട്സ്, കരിയർ ട്രാക്കർ PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫിസിക്സിലെ ദ്രവ്യം എന്ന ടോപ്പിക്കാണ്. അപ്പം എന്താണ് ദ്രവ്യം എന്ന് ചോദിച്ചാൽ, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും നമുക്ക് ദ്രവ്യം എന്ന് വിളിക്കാം. അതായത് ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, അതേപോലെ തന്നെ അതിന് ഭാരമുണ്ട് എങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ദ്രവ്യം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. ഇനി ദ്രാവകങ്ങളെയും വാതകങ്ങളെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ദ്രവങ്ങൾ. അപ്പോൾ ദ്രവങ്ങൾ എന്നത് ദ്രാവകങ്ങളെയും വാതകങ്ങളെയും ചേർത്ത് വിളിക്കുന്ന പേരാണ്. അപ്പോൾ ദ്രവ്യത്തിന്റെ സവിശേഷത എന്താകണം? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാകണം, അതേപോലെ തന്നെ ഭാരമുള്ളതുമാകണം. അപ്പോൾ ഭാരമുള്ളതും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതുമായ ഏതൊരു പദാർത്ഥത്തെയും നമുക്ക് ദ്രവ്യം എന്ന് വിളിക്കാം. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ദ്രവ്യത്തിന്റെ 7 അവസ്ഥകളുണ്ട്. അപ്പൊ ദ്രവ്യത്തിന് എത്ര അവസ്ഥകളുണ്ട് എന്ന് ചോദിച്ചാൽ 7 എണ്ണമാണ്. അതായത് 7 എണ്ണമല്ല, 9 ഉണ്ട്. പ്രധാനമായും 7 എണ്ണം ആണ് നമുക്ക് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ PSC പൊതുവായി ചോദിക്കുന്നത് 7 എണ്ണമാണ്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തേത് ഖരം, 2 ദ്രാവകം, 3 വാതകം. ഇത് നമുക്കറിയാം, ഖരം, ദ്രാവകം, വാതകം. 4ാമത്തെ ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ഇത് പ്ലാസ്മ എന്ന് പറയുന്നത്. അപ്പോൾ ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്ലാസ്മയാണ്. 5 ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, 6 ഫെർമിയോണിക് കണ്ടൻസേറ്റ്, അതേപോലെ തന്നെ 7 കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. അങ്ങനെ ദ്രവ്യത്തിന് 7 അവസ്ഥകളുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് പ്ലാസ്മയെ കുറിച്ചാണ്. അതായത് ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥയായ പ്ലാസ്മയെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. പ്ലാസ്മ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്ലാസ്മയിലാണ്. അപ്പൊ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് അവസ്ഥയിലാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് അവസ്ഥയിലാണ് എന്ന് ചോദിച്ചാൽ അത് പ്ലാസ്മയിലാണ്. അപ്പോൾ പറയുകയാണെങ്കിൽ 99% ദ്രവ്യവും പ്ലാസ്മ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. 99% ദ്രവ്യവും ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത്? പ്ലാസ്മ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഇനി സൂര്യനിലും നക്ഷത്രങ്ങളിലും ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മയാണ്. സൂര്യനിലും നക്ഷത്രങ്ങളിലും ദ്രവ്യം കാണപ്പെടുന്നത് ഏതവസ്ഥയിലാണെന്ന് ചോദിച്ചാൽ അത് പ്ലാസ്മയിലാണ്. ഇനി തന്മാത്രകൾ ഏറ്റവും ക്രമരഹിതമായി കാണപ്പെടുന്നതും പ്ലാസ്മയിലാണ്. പ്ലാസ്മയിൽ തന്മാത്രകൾ എങ്ങനെയാണ് കാണപ്പെടുക? ക്രമരഹിതമായിട്ടാണ് കാണപ്പെടുക. തന്മാത്രകൾ ക്രമരഹിതമായിട്ടാണ് പ്ലാസ്മയിൽ കാണപ്പെടുന്നത്. ഇനി വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുമ്പോഴാണ് അത് പ്ലാസ്മ അവസ്ഥയിലേക്ക് മാറുന്നത്. അതായത് വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ഇത് പ്ലാസ്മ എന്ന് പറയുന്നത്. ഇനി ഉയർന്ന താപനിലയിൽ അയോണീകരിക്കപ്പെട്ട പദാർത്ഥത്തിന്റെ അവസ്ഥ. അപ്പോൾ ഉയർന്ന താപനിലയിലാവുമ്പോൾ തന്മാത്രകൾ എന്താകും? അയോണീകരിക്കപ്പെടും. അപ്പോൾ ഉയർന്ന താപനിലയിൽ അയോണീകരിക്കപ്പെട്ട പദാർത്ഥത്തിന്റെ അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ അതും പ്ലാസ്മ തന്നെയാണ്. ഉയർന്ന താപനിലയിൽ അയോണീകരിക്കപ്പെട്ട പദാർത്ഥത്തിന്റെ അവസ്ഥ പ്ലാസ്മ. ഇനി മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥയും ഏതാണ്? മിന്നലിൽ ദ്രവ്യം ഏത് അവസ്ഥയിൽ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതും ഏതാണ്? പ്ലാസ്മ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ. വൈദ്യുത ചാർജുള്ള കണങ്ങളായിട്ടാണ് പ്ലാസ്മയിലെ ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് പിണ്ഡത്തെ കുറിച്ചാണ്. എന്താണ് പിണ്ഡം എന്ന് ചോദിച്ചാൽ, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് പിണ്ഡം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പിണ്ഡം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ദ്രവ്യം എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു പദാർത്ഥത്തെയും നമുക്ക് എന്ത് പറയാം? ദ്രവ്യം എന്ന് പറയാം. അപ്പോൾ ഒരു വസ്തുവിൽ എത്രത്തോളം ദ്രവ്യം അടങ്ങിയിരിക്കുന്നു അതിനെയാണ് പിണ്ഡം, ആ വസ്തുവിന്റെ പിണ്ഡം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പിണ്ഡത്തിന്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്. പിണ്ഡത്തിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും പിണ്ഡം ഒരുപോലെ ആയിരിക്കും. പ്രപഞ്ചത്തിൽ ഒരു വസ്തു എവിടെ കൊണ്ടുവച്ചാലും, പ്രപഞ്ചത്തിൽ എവിടെ കൊണ്ടുവച്ചാലും, ഇപ്പൊ ധ്രുവങ്ങളിലാണെങ്കിലും ഇനി ഭൂമിയുടെ സെന്ററിലാണെങ്കിലും എവിടെ കൊണ്ടുവച്ചാലും ആ വസ്തുവിന്റെ പിണ്ഡം സെയിം ആയിരിക്കും. കാരണം എന്താ? അത് ആ വസ്തുവിലുള്ള ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ പിണ്ഡം എന്ന് പറയുന്നത്. അപ്പൊ ആ ദ്രവ്യത്തിന്റെ അളവ് ഇനിയിപ്പോ എവിടെ കൊണ്ടുവച്ചാലും എന്താവില്ല? മാറില്ല. അപ്പോൾ പ്രപഞ്ചത്തിൽ എവിടെയും പിണ്ഡത്തിന്റെ അളവ് ഒരുപോലെ ആയിരിക്കും. പക്ഷെ ഭാരം അങ്ങനെയല്ല. നമുക്കറിയാം അല്ലെ, വസ്തുവിന്റെ ഭാരം എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. പക്ഷെ പിണ്ഡം സെയിം ആയിരിക്കും. ഇനി അടുത്തത്, പിണ്ഡം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ ത്രാസാണ്. വസ്തുവിന്റെ പിണ്ഡം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ത്രാസ് അല്ലെങ്കിൽ കോമൺ ബാലൻസ്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത്
ഹിഗ്സ് ബോസോൺ ആണ്. എന്താണ് ഹിഗ്സ് ബോസോൺ എന്ന് വെച്ചാൽ ദ്രവ്യത്തിന് പിണ്ഡം നൽകുന്ന കണമാണ് ഹിഗ്സ് ബോസോൺ. അതായത് ദ്രവ്യത്തിന് പിണ്ഡം എന്ന സവിശേഷത നൽകുന്ന കണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നത്. നമുക്കറിയാം ദ്രവ്യത്തിൽ എന്തുണ്ടാകും, പിണ്ഡം ഉണ്ടായിരിക്കും അല്ലെ, ഏതൊരു ദ്രവ്യത്തിനും പിണ്ഡം ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഈ പിണ്ഡം എന്ന സവിശേഷത ദ്രവ്യത്തിന് നൽകുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഹിഗ്സ് ബോസോൺ ആണ്. അല്ലെങ്കിൽ ദ്രവ്യത്തിന് പിണ്ഡം എന്ന സവിശേഷത നൽകുന്ന കണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹിഗ്സ് ബോസോൺ എന്നുള്ളത്. ഇനി ദൈവകണം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹിഗ്സ് ബോസോൺ ആണ്. ദൈവകണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ ആണ്. ദൈവകണം എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത് ലിയോൺ ലിഡർമാൻ ആണ്. ദൈവകണം എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത്, ആ വേർഡ് ആദ്യമായി ഉപയോഗിക്കുന്നത് ലിയോൺ ലിഡർമാൻ ആണ്. ഇനി ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് പോൾ ഡിറക് ആണ്. ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത് പോൾ ഡിറക് ആണ്. ദൈവകണം എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത് ആരാണ്, ലിയോൺ ലിഡർമാൻ ആണ്. അപ്പം ഹിഗ്സ് ബോസോൺ എന്താണ്, ദ്രവ്യത്തിന് പിണ്ഡം എന്ന സവിശേഷത നൽകുന്ന കണത്തെയാണ് എന്ത് പറയുന്നത്, ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണത്തെ നമ്മൾ പറയുന്ന പേരാണ് കോർക്ക്. അപ്പോൾ എന്താണ് കോർക്ക് എന്ന് വെച്ചാൽ ഏതൊരു പദാർത്ഥത്തിൻ്റെയും ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള കണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, കോർക്ക് എന്ന് പറയുന്നത്. ഇനി കോർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ് എന്ത്, ഹാഡ്രോണ്. കോർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഹാഡ്രോണ്. ഏറ്റവും സ്ഥിരതയുള്ള ഹാഡ്രോൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രോട്ടോൺ ആണ്. ഏറ്റവും സ്ഥിരതയുള്ള ഹാഡ്രോൺ ഏതാണ്, പ്രോട്ടോൺ ആണ്. ഇനി കോർക്കുകൾ തമ്മിൽ ചേരുമ്പോൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന കണമാണ് ഏത്, ഗ്ലൂവോൺസ്. കോർക്കുകൾ തമ്മിൽ ചേരുമ്പോൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന കണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഗ്ലൂവോൺസ് എന്നുള്ളത്. ഇനി അടുത്തത്, കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. നമ്മൾ പറഞ്ഞു നമ്മുടെ ദ്രവ്യത്തിന്റെ എത്രാമത്തെ അവസ്ഥയാണ് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ, 6ാമത്തെ അവസ്ഥയാണ് അല്ലെ. അതായത് ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, അതേപോലെ തന്നെ ഫെർമിയോണിക് കണ്ടൻസേറ്റ്, കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. 7ാമത്തെ അവസ്ഥയാണ് ഇത്, കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ എന്ന് പറയുന്നത്. വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ഇനി ഹിഗ്സ് ബോസോണിന് ആ പേര് നൽകിയത് ഏതൊക്കെ ശാസ്ത്രജ്ഞരുടെ ബഹുമാനാർത്ഥമാണെന്ന് ചോദിച്ചാൽ സത്യേന്ദ്രനാഥ ബോസും പീറ്റർ ഹിഗ്സും. ഈ 2 ശാസ്ത്രജ്ഞന്മാരുടെ പേരിൽ നിന്നാണ് ഹിഗ്സ് ബോസോണിന് ആ പേര് ലഭിച്ചത്. എന്താണ് ഹിഗ്സ് ബോസോൺ എന്ന് നമ്മൾ പറഞ്ഞത്, ദൈവകണം എന്നറിയപ്പെടുന്നതാണ് എന്ത്, ഹിഗ്സ് ബോസോൺ അല്ലെ, ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നത്. ഇനി ഹിഗ്സ് ബോസോണിന് ആ പേര് ലഭിക്കുന്നത് ഏത് ശാസ്ത്രജ്ഞരുടെ ബഹുമാനാർത്ഥമാണെന്ന് വെച്ചാൽ സത്യേന്ദ്രനാഥ ബോസും പീറ്റർ ഹിഗ്സും എന്നിവരുടെ പേരിൽ നിന്നാണ് ഹിഗ്സ് ബോസോണിന് ആ പേര് ലഭിക്കുന്നത്. ഇനി ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്, അതായത് ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അല്ലെ. അത് കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ കണ്ടുപിടിച്ച ദ്രവ്യത്തിന്റെ ഈ 5ാമത്തെ അവസ്ഥ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് സത്യേന്ദ്രനാഥ ബോസും ആൽബർട്ട് ഐൻസ്റ്റീനുമാണ്. അപ്പൊ ആൽബർട്ട് ഐൻസ്റ്റീനും സത്യേന്ദ്രനാഥ ബോസും കൂടി ചേർന്ന് കണ്ടെത്തിയതാണ്, അല്ലെങ്കിൽ അവർ കണ്ടെത്തിയതാണ് എന്ത്, അവർ രണ്ടുപേര് കണ്ടെത്തിയതാണ് എന്ത്, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. ചേർന്നല്ല, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് കണ്ടുപിടിച്ച 2 ശാസ്ത്രജ്ഞന്മാരാണ് സത്യേന്ദ്രനാഥ ബോസും ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇനി ദ്രവ്യത്തിന്റെ കോർക്ക് മാതൃക കണ്ടെത്തിയത് മുറേ ജൽമാനും ജോർജ് സ്വിഗുമാണ്. നമ്മൾ പറഞ്ഞു എന്താണ് കോർക്ക് ഒരു പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ഏതൊരു പദാർത്ഥത്തിന്റെയും അടിസ്ഥാനപരമായ പ്രാഥമിക കണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർക്ക് എന്നുള്ളത്. ഈ ഒരു ദ്രവ്യത്തിന്റെ കോർക്ക് മോഡൽ മാതൃക കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ, കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാർ ആരാണെന്ന് ചോദിച്ചാൽ അത് മുറേ ജൽമാനും ജോർജ് സ്വിഗുവാണ്. അപ്പം ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ദ്രവ്യം എന്ന ഒരു ടോപ്പിക്കിൽ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്.